റായ്ബറേലിയിൽ പ്രിയങ്ക, അമേഠിയിൽ രാഹുൽ ഗാന്ധി. ഉത്തർപ്രദേശിലെ നെഹ്റു കുടുംബത്തിന്റെ കുത്തക സീറ്റുകൾ കൈവിട്ടു കളയാതിരിക്കാൻ റിസ്ക് എടുക്കുമോ കോൺഗ്രസ്? റായ്ബറേലി എന്ന യുപിയിലെ കോൺഗ്രസിന്റെ ഒറ്റത്തുരുത്തിൽ നിന്ന് സോണിയാഗാന്ധി മാറി നിന്നത് മകൾ പ്രിയങ്ക ഗാന്ധിക്ക് അവസരമൊരുക്കാനാണെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. എന്നാൽ സുരക്ഷിത സീറ്റായ റായ്ബറേലിയിലേക്ക് അമേഠി കഴിഞ്ഞ തവണ കൈവിട്ടുപോയ രാഹുൽ ഗാന്ധി വരാനുള്ള സാധ്യതയും കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നില്ല. എന്നാൽ അമേഠിയിൽ ഇത്തവണ മത്സരിക്കാനും മണ്ഡലം തിരിച്ചുപിടിക്കാനും രാഹുൽ തയ്യാറാവണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരും അവിടെയുണ്ട്. അതിനാൽ ഇക്കുറി നിലവിലെ തന്റെ ലോക്സഭാ മണ്ഡലമായ വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി അമേഠിയിലും ഒരു കൈ നോക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റായ്ബറേലിയിൽ സോണിയയുടെ ഒഴിവിലേക്ക് പ്രിയങ്ക എത്തുമെന്നും തന്റെ കന്നി അംഗം തന്റെ മുത്തശ്ശൻ ഫിറോസ് ഗാന്ധി MP ആയി തുടക്കമിട്ട റായ്ബറേലിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കാകുമെന്നും കോൺഗ്രസ് അകത്തളങ്ങളിൽ സൂചനയുണ്ട്. ഇന്ദിരയുടെ തനി സ്വരൂപമെന്നെല്ലാം കോൺഗ്രസ് അണികൾ വിളിക്കുന്ന പ്രിയങ്കയ്ക്ക് 3 അംഗം ഇന്ദിരാഗാന്ധി ജയിച്ചിറങ്ങിയ തട്ടകം തന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് മത്സരത്തിന് വേദിയാക്കാനാണ് താല്പര്യമത്രേ. റായ്ബറേലിയിൽ പ്രിയങ്കയ്ക്കായി പോസ്റ്ററുകൾ ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞു. റായ്ബറേലി പ്രിയങ്കയെ വിളിക്കുന്നു, കോൺഗ്രസ് വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നെഴുതിയ ഫ്ലെക്സുകളും പോസ്റ്ററുകളുമാണ് റായ്ബറേലിയിൽ ഉയർന്നിരിക്കുന്നത്. പാർട്ടി നേതൃത്വം സോണിയയുടെ ഒഴിവിലേക്ക് പ്രിയങ്കയെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് അണികളുടെ ഭാഗത്തു നിന്നുള്ളത്. കോൺഗ്രസിന്റെ അഭിമാന കോട്ട വിട്ടുകളിക്കരുതെന്ന താക്കീതും അണികളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതാണ് അമേഠിയിലേക്കുള്ള രാഹുലിന്റെ മടങ്ങിവരവ് അഭ്യൂഹങ്ങൾ ഉയർത്തുന്നത്. 2019 സ്മൃതി ഇറാനി പിടിച്ചെടുത്ത അമേഠി തിരിച്ചു പിടിച്ച് തങ്ങളുടെ കരുത്ത് തെളിയിക്കണമെന്നാണ് അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. 2014 2019 BJP തരംഗത്തിലും അടിപതറാതെ നിന്ന റായ്ബറേലി ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ നിലവിലെ ഏക സീറ്റാണ്. അമേഠി പിടിച്ചതുപോലൊരു അട്ടിമറി ജയം റായ്ബറേലിയിൽ BJP ആഗ്രഹിക്കുന്നുണ്ട്. സോണിയാഗാന്ധി 2004 മുതൽ 2 പതിറ്റാണ്ട് തോൽക്കാതെ തലയുറപ്പിച്ചു നിന്ന മണ്ഡലം കാൽക്കീഴിലാക്കാൻ ആരിറക്കുമെന്ന് BJP തീരുമാനിച്ചിട്ടില്ല. ഈ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും BJP പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ 195 സ്ഥാനാർത്ഥികളുടെ സീറ്റ് പ്രഖ്യാപിച്ച BJP റായ്ബറേലി ഒഴിച്ചിട്ടിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്നറിഞ്ഞു കളിക്കാനാണോ എന്ന സൂചനയുമുണ്ട്. 2019 കനത്ത തോൽവിയാണ് BJP സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് നേരിട്ടത്. 1,60,000 വോട്ടിനായിരുന്നു സോണിയോട് BJP സ്ഥാനാർത്ഥി തോറ്റത്. റായ്ബറേലി കോൺഗ്രസിനെ മുമ്പ് ഞെട്ടിച്ചിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ ഒരേ ഒരു ഇന്ദിര അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ രാജ് നരേക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ഇന്ത്യയുടെ ചരിത്രത്തിൽ സിറ്റിംഗ് പ്രധാനമന്ത്രി ഒരു ലോക്സഭാ സീറ്റിൽ പരാജയപ്പെട്ടത് അന്ന് മാത്രമാണ്. പിന്നീട് 80 ഇന്ദിരാഗാന്ധി റായ്ബറേലി തിരിച്ചു പിടിച്ചു എന്നതും ചരിത്രം. ആ തിരിച്ചുപിടിക്കൽ ചരിത്രം ആവർത്തിക്കാനാണ് അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെന്ന് കോൺഗ്രസ് അണികൾ ആവശ്യപ്പെടുന്നത്. രാഹുൽ അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറായാൽ അത് വലിയൊരു ആവേശ തിരയിളക്കം ഉണ്ടാക്കുമെന്നും അത് കോൺഗ്രസിനെ തുണയ്ക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പിനു ശേഷം അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് AICC വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ 2 സീറ്റുകളിലും ആശയക്കുഴപ്പം തുടരുന്നതിനിടെ അന്തിമ തീരുമാനവും നീളുകയാണ്. രാഹുൽ ഗാന്ധിയുടെ 2ാം മണ്ഡലത്തിലെ മത്സരം ചർച്ചയാകാതിരിക്കാനാണ് പ്രഖ്യാപനം വൈകിപ്പിക്കുന്നതെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. രാഹുലോ പ്രിയങ്കയോ UPയിൽ മത്സരിക്കുമെന്ന് AK ആന്റണിയും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു.